അങ്ങനെ കുറ്റിക്കാട്ട് മുക്കിന് ചെമ്പ്, ഉരുളി, കസേരവട്ടും ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഉള്ളി, ഈ ഐറ്റംസ് എല്ലാം, അരി എല്ലാമായിട്ടാണ് വന്നിരിക്കുന്നത്. കുഴിമണ്ണിലെ കീലേരി അച്ചുവാണ് പ്രധാന സൂപ്പർവിഷൻ നടക്കുന്നത്. ചീഫ് കുക്ക് പരമ്പര അച്ചുകുഞ്ഞ് എത്തിക്കഴിഞ്ഞു. വീട്ടിലെ പ്രയാസങ്ങൾ ഓർത്ത് കൊച്ചിരിക്കത്തെ ജോണി ഇപ്പം വളരെ സങ്കടപൂർവ്വം കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ അങ്ങോട്ട് വിടുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്പീഡാക്കി അരിയാൻ തുടങ്ങി. നമ്മളെ അടിപൊളി ബീഫ് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത് ഞങ്ങൾ പാത്രം ചൂടാക്കി കഴിഞ്ഞു. അരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എണ്ണ അങ്ങോട്ട് തിളപ്പിച്ചു അങ്ങോട്ട് ഉള്ളി അങ്ങോട്ട് ഫ്രൈ ചെയ്തു. വേണ്ടിയിടുന്നു. ഇങ്ങനെ അങ്ങോട്ട് മുരിക്കുകയെണ്ണ മുരിച്ച് കണ്ടില്ലേ? ഒന്ന് മുരിച്ച് ഇനി അടുത്ത് നമ്മളൊരു കാശ് നോക്കിയില്ല, ഒറ്റ കിലോ പറങ്ങാണ്ടിയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നു. അങ്ങോട്ട് തിളപ്പിച്ച് അടിപൊളിയായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നു. അണ്ടിപ്പരിപ്പ് മാത്രമല്ല, ക്രിസ്മസ് വിട്ട് മുരിച്ചു ഊപ്പിക്കുന്നു. നല്ല അടിപൊളിയായിട്ടാണ് മൂക്കട്ടെ. തീർന്നില്ല, ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പ്രസ്ഥാനം തീരില്ല. അടുത്ത വന്നു. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് അങ്ങ് കുഴയ്ക്കുകയാണ്. നെയ്യ് കണ്ടില്ലേ? 6 kg നെയ്യ് വിട്ട് അങ്ങ് അഭിഷേകമാണ്. അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടങ്ങ് കുഴയ്ക്കുകയാണ്. വരുന്നു. അടുത്ത വീണ്ടും ഇട്ടു. ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ കാണിക്കുന്നില്ല. 6 ഫോൺ ഓട്ടിയുടെ ഇട്ടിട്ട് അടുത്ത സാധനം അരിഞ്ഞ് വീണ്ടും എത്തി ചുവന്നുള്ളി ഇളക്കുന്നു. ശരിക്കും അങ്ങോട്ട് വഴറ്റിയെടുക്കട്ടെ. അടുത്ത സവാള കണക്കിനാണ് കൊണ്ടുവന്ന് മറിച്ചേക്കുന്നത്. ഇതിനകത്തൊന്നും കാശ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇളക്കി അടുത്ത ഇളക്കി വിത്തുവാൻ അച്ചൻകുഞ്ഞ് വന്നിരിക്കുകയാണ്. വീണ്ടും ഇളക്കുന്നു. അച്ചൻകുഞ്ഞിൻ്റെ ഇളക്കലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇളക്കി വേണ്ട ഒരു പരുവാക്കി വീണ്ടും ഉപ്പൊക്കെ കൊണ്ടങ്ങ് തട്ടുകയല്ലേ. കണ്ടില്ലേ? നമ്മുടെ സാധനം അടുത്തിടാൻ റെഡിയായി. അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അരി അങ്ങോട്ടിട്ട് കഴുകി നല്ല ഭംഗിയായ രീതിയിൽ കഴുകിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കി വെച്ചു. അടുത്ത നമ്മൾ വീണ്ടും ഇളക്കാൻ പോവുകയാണ്. ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ അടുത്ത് ഇളക്കിയെടുക്കാച്ച് ഇറച്ചി അങ്ങോട്ട് തട്ടി. ഇനി ഇവനിട്ടൊരു പണിയാണ്. അങ്ങോട്ട് ഇളക്കി മറിക്കാൻ തുടങ്ങി. ചുമഞ്ഞിൻ്റെ മുഴുവൻ ശക്തി എടുത്ത് അങ്ങോട്ട് ഇളക്കുകയാണ്. വയറ്റിക്കോട്ടെ, അങ്ങോട്ട് വയട്ടെ. ഇച്ചിരി എനർജി കുറവാണെന്ന് തോന്നുന്നു. അത് അവിടേക്ക് അങ്ങ് നിൽക്കുന്നു. കൂടെ നല്ല തൈര് ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. കണ്ടില്ലേ? ഇളക്കുന്നു. ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും കൊണ്ട് മറിക്കുന്നു. മസാല സ്പെഷ്യൽ മസാലയാണ്. അച്ചൂസ് കാറ്ററിങ്ങിൻ്റെ സ്പെഷ്യൽ മസാല. മല്ലി ഇല അങ്ങോട്ടിട്ടു. അടുത്ത വീണ്ടും സ്പൈസസ് അങ്ങോട്ട് തട്ടുക. ഇളക്കി മറിക്ക്. വീണ്ടും ഒന്ന് ഒരല്പം സാവകാശം കൊടുക്കുകയാണ്. വീണ്ടും തുടങ്ങി ഇളക്കാൻ. ഇളക്കി അങ്ങോട്ട് കിടുക്കാച്ചി അങ്ങോട്ട് ആക്കുക. അടുത്ത നാരങ്ങാ നീരിടാനുള്ള ഇട്ട് അടുത്ത ഇനി ഒന്ന് ഇളക്കുകയാണ്. വീണ്ടും ഇളക്ക് സെക്ഷൻ വീണ്ടും തുടങ്ങി. കൂടെ അങ്ങേപ്പുറത്ത് തിരുമേനി സിജു നിൽപ്പുണ്ട്. സിജു എല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുക. മല്ലിപ്പൊടി ഇട്ടു. വീണ്ടും അടുത്ത് നെയ്യ് ഒഴിച്ചു. അടുത്തത് പുതിനയും മല്ലിയിലയും എല്ലാം കൂടെ സ്പെഷ്യൽ ഐറ്റം അച്ചുവിൻ്റെ സീക്രട്ട് സാധനങ്ങളിട്ട് കലക്കി മറിച്ച് അതിനകത്തിട്ട് ഒന്ന് ഓർഡർ ചെയ്തിരിക്കും. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പോർഷൻ തുടങ്ങി. ഫ്രൈ ചെയ്തിട്ട് മുഴുവൻ സാധനങ്ങളും എടുത്ത് അങ്ങോട്ട് മങ്ങളിലേക്കിട്ട് പൂശുകയാണ്. അടുത്ത അണ്ടാവിൽ നിറച്ച വെള്ളം തിളച്ചു. മസാല ഇട്ട് നല്ല ഭംഗിയായ രീതിയിൽ അതിൻ്റെ നീര് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി. വീണ്ടും ഉപ്പിട്ടു. അടുത്ത വീണ്ടും അരിവായിട്ട് വന്നു. ഇപ്പം തിളച്ച വെള്ളത്തിലേക്കാണ് ബസ്മതി റൈസ് അങ്ങോട്ട് ഇടുകയാണ്. തിളങ്ങി മറിക്കുന്ന കണ്ടില്ലേ?
ഇടാൻ തുടങ്ങുന്നു. ഇട്ടു. ഇനിയും ഇവനെ ഒന്ന് തിളപ്പിച്ച് മാറ്റി അടുത്ത സെക്ഷനിൽ നമ്മുടെ ഇറച്ചി വളവളാന്ന് തിളയ്ക്കുന്ന കണ്ടില്ലേ? ഓഹോ, അതിൻ്റെ ആ സ്മെല്ല് മണത്തറിയണം. വീണ്ടും അടുത്ത സെക്ഷൻ നമ്മൾ അരി ഇട്ടുകൊണ്ടിരിക്കുന്നു. അരിയുടെ ആ തിളച്ച ഇറച്ചിലേക്ക് അരിയിട്ട ലെയർ ബൈ ലെയറായിട്ട് വീണ്ടും ഇടുകയാണ്. അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ മുഴുവൻ അങ്ങോട്ട് ഇടുകയാണ്. ഇടയ്ക്ക് എസൻസൊക്കെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. റോസ് വാട്ടറും സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇടുന്നുണ്ട്. വീണ്ടും അടുത്ത ലെയർ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും അടുത്ത സെക്ഷനിലെ അരി കഴുകി തിളച്ച് വന്ന് വീണ്ടും കോരാൻ പോവുകയാണ്. കോരി അടുത്ത ലെയർ ഇടുന്നു. വീണ്ടും ഉണ്ട് ലെയറിനോടൊപ്പം അടുത്തണ്ടക്കില്ല നെയ്യ് വാരി കോരി ഒഴിക്കുകയാണ്. കിലോ കണക്കിനല്ലയാവും നെയ്യ് ഒഴിക്കും. അടുത്ത വീണ്ടും അരി ഇട്ടു. എസൻസ് വീണ്ടും ഒഴിക്കുന്നു. ഒഴിച്ച് റോസ് വാട്ടർ, ഡെക്കറേഷൻസ് വീണ്ടും തുടങ്ങി. മുരിച്ച് വെച്ച മുന്തിരിങ്ങായും കപ്പലണ്ടിയും പറങ്ങാണ്ടിയും കടച്ചക്കായ എല്ലാം കൂടെ വാരി വിതറുകയല്ലേ. ഉണ്ടാവും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലെയർ ഇപ്പോൾ ഇടും. നെയ്യ് വീണ്ടും ഒഴിച്ചു. പാക്കറ്റ് കണക്കിന് നെയ്യല്ലേ ഒഴിച്ചു. ഇതിനകത്തൊന്നും യാതൊരു പിശുക്കും ഞങ്ങൾ കാണിക്കാറില്ല. ഓരിത്തട്ട് കണ്ട. അടുത്ത ഡെക്കറേഷൻ വീണ്ടും അരിഞ്ഞു വെച്ചിരുന്ന കടച്ചക്ക, ക്യാരറ്റ്, മല്ലിയില, അടുത്തതെല്ലാം കഴിഞ്ഞു. അടുത്ത ദമ്മിടാനുള്ള പരിപാടിയാണ്. മൈദ വെച്ച് അതിൻ്റെ ബോർഡറെല്ലാം ഒട്ടിച്ച് അടച്ചിപ്പം നമ്മൾ പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണ്. സൈഡിലോട്ട് മുഴുവൻ മനോഹരമായി ഒട്ടിച്ചു. ഒട്ടും തന്നെ ആവി പോകാതെ നമ്മൾ ഒട്ടിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ പപ്പടം സെക്ഷൻ ടച്ചിങ്സ്. എണ്ണ ചൂടായി വാരിക്കോരി പപ്പടം ഇടുകയാണ്. കൃത്യം 7:30 ആയപ്പോൾ ദമ്മ് പൊട്ടിച്ചു. ഒന്ന് നോക്കിക്കേ, അത് ആസ്വദിക്കണം, കണ്ട് തന്നെ ആസ്വദിക്കണം. വാരി അടുത്ത സെക്ഷൻ ഇറച്ചിയൊക്കെ സെപ്പറേറ്റ് മാറ്റിയെടുത്തു. വീണ്ടും മാറ്റി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഉണ്ട് അമ്മ പോയി മറ്റോളം കുടിക്കും.